ഹലോ സ്റ്റുഡൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് എങ്ങനെ ബോക്സ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് എങ്ങനെ മെത്തേഡ്സ് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മൾ ക്ലാസ്സിൻ്റെ അവസാനത്തോട്ട് അതായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ അകത്ത് നമ്മൾ വോളിയം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വോളിയം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആഡ് ചെയ്തിരുന്നു, which returns a void. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്തിരുന്നു which returns void. ഓക്കെ, സോ വോളിയം എന്ന ഫംഗ്ഷൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ ഒബ്ജക്റ്റിൻ്റെയും വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ചെയ്തത്. വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെപ്ത്, അതാണ് ഒരു ബോക്സിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ, റൈറ്റ്? അതാണ് അതിൻ്റെ ഇക്വേഷൻ. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പണിയായിരുന്നു ഈ വോളിയം എന്ന് പറഞ്ഞ ഫംഗ്ഷന്. സോ അതിന് മുന്നേ നമ്മൾ ബോക്സ് എന്ന ക്ലാസ്സിൻ്റെ കോഡിൽ വെറും ഡേറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത് എന്നിട്ട് ഡേറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വോളിയം എന്ന ഫംഗ്ഷനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ അകത്ത് കോഡും ഡേറ്റയും രണ്ടും ഉണ്ടായിരിക്കണമല്ലോ. ഡേറ്റ മാത്രം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ക്ലാസ് ക്യാൻ എക്സിസ്റ്റ് ഈവൻ വിത്തൗട്ട് മെത്തേഡ്സ്. ബട്ട് യൂഷ്വലി ക്ലാസ്സിൻ്റെ അകത്ത് ഡേറ്റയും മെത്തേഡ്സും രണ്ടും ഉണ്ടാവും. ഓക്കെ, കോഡ് എന്തായാലും ഉണ്ടാവും. അതാണ് ഒരു റിയൽ ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ. ആക്ച്വലി ഒരു റിയൽ ഒബ്ജക്റ്റിന് കോഡും ഉണ്ടാവും, ഡേറ്റയും ഉണ്ടാവും. ഡേറ്റ മാത്രമല്ല ഉണ്ടാവാം, റൈറ്റ്? അങ്ങനെ വോളിയം ഫംഗ്ഷനിൽ നമ്മൾ ബോക്സിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാണ് ഇവിടെ, റൈറ്റ്? സോ ഇവിടെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാം, നേരത്തെ നമ്മൾ അതിൻ്റെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത് വോളിയം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ലാതെ നമ്മൾ വോളിയം കണ്ടുപിടിച്ച സമയത്ത് യു ഷുഡ് ഹാവ് സീൻ ഇങ്ങനെ ഒരു സംഭവം. അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഇൻസ്റ്റൻസ് വേരിയബിൾസിലോട്ട് വാല്യൂസ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതിന് ശേഷം നമ്മൾ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് നമ്മൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്തത്, ഓരോ ബോക്സിൻ്റെയും വോളിയം കാൽക്കുലേറ്റ് ചെയ്തത്, അല്ലേ? റൈറ്റ്, ഇവിടെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെപ്ത്ത്, മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത് ഇൻറ്റു മൈ ബോക്സ് 1 ഡോട്ട് ഹൈറ്റ് ഇൻറ്റു മൈ ബോക്സ് 1 ഡോട്ട് ഡെപ്ത്ത്. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ബോക്സിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു, പിന്നെ അങ്ങനെ തന്നെ രണ്ടാമത്തെ ബോക്സിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. ആക്ച്വലി ഈ കോഡ് ഇരിക്കേണ്ടത്, ഈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന കോഡ് ഇരിക്കേണ്ടത് ആ ബോക്സിൻ്റെ അകത്താണ്, അല്ലാതെ വേറൊരു ക്ലാസ്സിൻ്റെ അകത്തില്ല. ഇത് വേറൊരു ക്ലാസ്സാണ്, ബോക്സ് ഡെമോ 2 എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൻ്റെ അകത്താണ് ഈ കോഡ് ഇപ്പം ഇരിക്കുന്നത്. ഇത് വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ട അവകാശം ആർക്കുള്ളത്? ബോക്സിനല്ലേ ഉള്ളത്. ബോക്സിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ബോക്സ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ വേറൊരു ക്ലാസ് അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് ആക്ച്വലി നമ്മൾ ഇതാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നത്, ഈ ഒരു പ്രോബ്ലം. ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ട് നമ്മളെ ബോക്സിൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് ഒരു വോളിയം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഒഴിവാക്കുവാണ്. ഈ കോഡ് നമ്മൾ ഈ രണ്ട് കോഡ് നമ്മൾ ഒഴിവാക്കുവാണ്. ഓക്കെ, so because the actual responsibility of finding the volume is on the box, not on any other class. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വോളിയം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇപ്പം നമ്മൾ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിലോട്ട് ആഡ് ചെയ്തത്, റൈറ്റ്? സോ അങ്ങനെ വോളിയം ഫംഗ്ഷൻ ആഡ് ചെയ്തു. എന്നിട്ട് സോ നിങ്ങൾ ക്യാൻ സി, എന്തായാലും നമ്മൾ ബോക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. മൈ ബോക്സ് 1 മൈ ബോക്സ് 2 മെയിൻ ഫംഗ്ഷൻ്റെ അകത്തു നിന്നാണ് അത് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഓരോ ബോക്സ് ഒബ്ജക്റ്റിൻ്റെയും വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത്ത് ഇത് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു, റൈറ്റ്? ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്ത് രണ്ട് ബോക്സിൻ്റെയും ഈ ഇൻസ്റ്റൻസ് വേരിയബിൾസ് പറയും, അത് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ വോളിയം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുകയാണ്. മൈ ബോക്സ് 1 ഡോട്ട് വോളിയം എന്ന് പറഞ്ഞാൽ ആരുടെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനാണ് വിളിക്കുന്നത്? മൈ ബോക്സ് 1 എന്ന് പറഞ്ഞ ബോക്സ്. മൈ ബോക്സ് 2 ഡോട്ട് വോളിയം എന്ന് പറയുമ്പോൾ മൈ ബോക്സ് 2 എന്ന് പറയുന്ന ബോക്സിൻ്റെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ മൈ ബോക്സ് 1 ഡോട്ട് വോളിയം വിളിക്കുമ്പം ഇവിടെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെപ്ത്ത് കണ്ടുപിടിക്കുമ്പം ആരുടെ വിഡ്ത്ത് വരുക, ആരുടെ ഹൈറ്റാണ്, ആരുടെ ഡെപ്ത്താണ് ഇവിടെ ഉണ്ടാവുക? മൈ ബോക്സ് 1ൻ്റെ വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്തുമാണ്. മൈ ബോക്സ് 1ൻ്റെ വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ 10, 20, 15. സോ 10 ഇൻറ്റു 20 ഇൻറ്റു 15 എന്നാണ് അവിടെ വരിക. ഓക്കെ, ഇവിടെ നമ്മൾ ഈ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെപ്ത്ത് എന്ന് നമ്മളിവിടെ കൊടുക്കണ്ടു. വി ഡോണ്ട് ഹാവ് ടു ഗിവ് മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത് ഇൻറ്റു മൈ ബോക്സ് 1 ഡോട്ട് ഹൈറ്റ് എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. മൈ ബോക്സ് 1 ഡോട്ട് വോളിയം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരുടെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്? മൈ ബോക്സ് 1. മൈ ബോക്സ് 1ൻ്റെ വോളിയം തരുമ്പോൾ മൈ ബോക്സ് 1ൻ്റെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെപ്ത്ത് ആണ്. അത് ഓൾറെഡി മൈ ബോക്സ് 1ന് അറിയാം, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. 10, 20, 15 ആണ് അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത്ത്. സോ അത് അതിനറിയുന്ന കാര്യമാണ്, അതിൻ്റെ ഡേറ്റ അതിനറിയുന്ന ആണല്ലോ. അതങ്ങനെ അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. ഓക്കെ, ആക്ച്വലി ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ചെയ്തിട്ടാണ് കൺസോളിലേക്ക് പ്രിൻ്റാണ് ചെയ്യുന്നത്. വോളിയം പ്രിൻറ്റ് ചെയ്ത് തരും. ഓക്കെ, വോളിയം എസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് തരും.
സോ ദിസ് ഇസ് ദ ഔട്ട്പുട്ട്. വോളിയം ഇസ് 3000 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബോക്സിൻ്റെ വോളിയം, വോളിയം ഇസ് 162 എന്ന് പറയുന്നത് രണ്ടാമത്തെ ബോക്സിൻ്റെ വോളിയം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഈ വോയിഡ് റിട്ടേൺ ചെയ്യുന്നത് വോയിഡ് റിട്ടേൺ ശരിക്കും പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞത്, വോളിയം എന്ന് പറയുന്ന ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ഇറ്റ് ഷുഡ് ബി ഡബിൾ. വിഡ്ത്തും ഹൈറ്റും ഡെപ്തും ഈ 3 ഇൻസ്റ്റൻസ് വേരിയബിൾസും ഡബിൾ ടൈപ്പ് ആയിരുന്നു. സോ അതിൻ്റെ ഒരു അത് വെച്ചിട്ടൊരു ഫോർമുല നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആക്ച്വലി ഡബിൾ തന്നെയായിരിക്കും. സോ ഇറ്റ് ഷുഡ് ആക്ച്വലി റിട്ടേൺ എ ഡബിൾ ടൈപ്പ്. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാനേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് നമുക്ക് റിട്ടേൺ വോയിഡ് കൊടുത്തിട്ടും വോയിഡ് റിട്ടേൺ ടൈപ്പ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ആക്ച്വലി നമ്മൾ പല സ്ഥലത്തും നമ്മൾ ഈ ഫങ്ഷൻസ് മെത്തേഡ്സ് ഉപയോഗിക്കുമ്പം നമ്മൾ വോയിഡ് റിട്ടേൺ ടൈപ്പ് അല്ല നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾക്ക് ആരാണോ വിളിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടണമെന്നുണ്ടാവും. ഓക്കെ, യു വാണ്ട് സംതിങ് ഇൻ റിട്ടേൺ. എന്നിട്ട് ആ റിട്ടേൺ കിട്ടിയ വാല്യൂ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോസസ്സിങ് ചെയ്യണമെന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോയിഡ് റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഗിവ് എ പ്രോപ്പർ ഡേറ്റ ടൈപ്പ് റിട്ടേൺ ടൈപ്പ് ആയിട്ട് കൊടുക്കണം. സോ ഹിയർ ഇറ്റ് ഇസ് ബെറ്റർ യു ഗിവ് എ ഡബിൾ ഡേറ്റ ടൈപ്പ് ആസ് റിട്ടേൺ ടൈപ്പ്. സോ ഡബിൾ റിട്ടേൺ ടൈപ്പ് നമ്മൾ കൊടുക്കുന്നതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, റിട്ടേണിങ് എ വാല്യൂ. സോ നേരത്തെ നമ്മൾ വോയിഡ് കൊടുത്തരം ഒന്നും റിട്ടേൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ജസ്റ്റ് കൺസോളിലേക്ക് പ്രിൻറ്റ് ചെയ്യുന്ന പണി മാത്രമാണ് ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ മെത്തേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം ചെയ്യുന്നത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് സോ ക്യാൻ സി സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ദി കോഡ് ഫോർ ദി ഫംഗ്ഷൻ. ഇവിടെ റിട്ടേൺ ടൈപ്പ് ഡബിൾ, നേരത്തെ വോയിഡ് ആയിരുന്നു, ഇപ്പോൾ ഡബിൾ ആക്കി മാറ്റി. പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉണ്ട്. ബിക്കോസ് ഒരു ഡേറ്റ ടൈപ്പ് റിട്ടേൺ ആയിട്ട് വോയിഡ് അല്ലാത്ത വേറെ ഏത് ടൈപ്പ് നമ്മൾ റിട്ടേൺ ടൈപ്പ് ആയിട്ട് കൊടുത്തതാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി യു നീഡ് ടു ആഡ് ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ കോഡ്, ഇൻ ദ ഫംഗ്ഷൻ കോഡ്, ഇൻ ദ മെത്തേഡ് കോഡ്. സോ അങ്ങനെ റിട്ടേൺ വിഡ്ത്ത് ഇൻ ടു ഹൈറ്റ് ഇൻ ടു ഡെപ്ത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മളിവിടെ ബോക്സ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാണ്. മൈ ബോക്സ് 1 മൈ ബോക്സ് 2 രണ്ട് ബോക്സ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു വോൾ എന്ന് പറഞ്ഞ വേരിയബിൾ, ഡബിൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഡബിൾ ടൈപ്പ് വേരിയബിൾ. പിന്നെ നമ്മൾ ആദ്യത്തെ ബോക്സിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസ്, ആദ്യത്തെ ബോക്സിൻ്റെ വിഡ്ത്ത് ഇതാണ്, അതിൻ്റെ ഹൈറ്റ് ഇതാണ്, അതിൻ്റെ ഡെപ്ത് ഇതാണെന്നൊക്കെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഇനി രണ്ടാമത്തെ ബോക്സിൻ്റെയും വിഡ്ത്തും ഹൈറ്റും ഡെപ്ത് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ വോളിയം ഫംഗ്ഷൻ വിളിക്കുകയാണ്. വോളിയം ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മൾ റിട്ടേൺ വാല്യൂ ഉണ്ടല്ലോ, റൈറ്റ്. വോളിയം ഫംഗ്ഷൻ റിട്ടേൺസ് എ വോളിയം, ദാറ്റ് ഇസ് എ ഡബിൾ ടൈപ്പ്. സോ ഈ നമ്മൾ നേരത്തെ വോൾ എന്ന് പറഞ്ഞൊരു ഡബിൾ ടൈപ്പ് ലോക്കൽ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചല്ലോ, അതിവിടെ യൂസ് ചെയ്യാണ് വോൾ. അതിൻ്റെ അകത്തേക്കാണ് എന്ത് സ്റ്റോർ ചെയ്ത് വരിക, നമ്മൾ ഈ വോളിയം ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ ഇതിൻ്റെ അകത്തേക്കാണ് സ്റ്റോർ ചെയ്ത് വരിക. സോ 10 into 20 into 15 അതെന്താണോ അതിൻ്റെ അകത്തേക്ക് വോളിലേക്ക് സ്റ്റോർ ചെയ്ത് വരും. പിന്നെ ഇത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് അത് പ്രിൻറ്റും കൂടി ചെയ്യുന്നുണ്ട്, വോളിയം മിസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. രണ്ടാമത്തെ ബോക്സിൻ്റെ വോളിയം ഫംഗ്ഷനും വിളിച്ചിട്ട് അതിൻ്റെ റിട്ടേൺ വാല്യൂ, വോളിയം മെത്തേഡ് വിളിച്ചിട്ട് അതിൻ്റെ റിട്ടേൺ വാല്യൂ വീണ്ടും വോളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു, കുഴപ്പമില്ല. ബിക്കോസ് ഓൾറെഡി നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പിന്നെ വോളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. മറ്റേതിൻ്റെ വോളിയം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ ബോക്സിൻ്റെ. സോ എന്തായാലും ഓവർ റൈറ്റ് ചെയ്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ സെക്കൻഡ് ബോക്സിൻ്റെ വോളിയം പ്രിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ വി ആർ ആക്ച്വലി മേക്കിംഗ് എ മെത്തേഡ് റിട്ടേൺ എ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ റിട്ടേൺ ടൈപ്പ് കൊടുക്കുമ്പം ഇവിടെ പറയുന്നുണ്ട് ദർ ആർ 2 important things to understand about returning values. ഫസ്റ്റത്തത് ദ ടൈപ്പ് ഓഫ് ഡേറ്റ റിട്ടേൺ ബൈ എ മെത്തേഡ് മസ്റ്റ് ബി കമ്പാറ്റബിൾ വിത്ത് ദ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈഡ് ബൈ ദ മെത്തേഡ്. നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ മെത്തേഡിൻ്റെ അകത്തുനിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂം നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പം റിട്ടേൺ ടൈപ്പ് കൊടുത്തല്ലോ, ആ വാല്യൂം തമ്മിൽ ദേ ഷുഡ് ബി കമ്പാറ്റബിൾ. ഡബിൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ടൈപ്പ് റിട്ടേൺ ചെയ്താൽ അത് പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇഫ് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് സം മെത്തേഡ് ഇസ് ബൂളിയൻ റിട്ടേൺ ടൈപ്പ് ഉള്ള ഒരു മെത്തേഡിലേക്ക് നമ്മൾ ഇൻറ്റിജർ റിട്ടേൺ ചെയ്യാൻ ശ്രമിച്ചാൽ, ഓക്കെ, ഐ മീൻ ബൂളിയൻ ടൈപ്പാണ് അതിൻ്റെ ഡിക്ലറേഷനിൽ ബൂളിയൻ ടൈപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ മെത്തേഡിൻ്റെ അകത്ത് ഒരു ഇൻറ്റിജറാണ് റിട്ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ that with the compiler will give an error. Variable receiving the value returned by a method must also be compatible with the return type specified for the method. അതായത് ഇവിടെ നമ്മൾ വോൾ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തല്ലോ, ഈ റിട്ടേൺ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വോൾ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്. അതിൻ്റെ ഡേറ്റ ടൈപ്പും എന്തായിരിക്കണം, ഈ റിട്ടേൺ ചെയ്യുന്ന എന്താണോ ഡേറ്റ ടൈപ്പ് ആ ഡേറ്റ ടൈപ്പ് തന്നെ ആയിരിക്കണം. സോ നമ്മളെ കേസിൽ ഡബിൾ ആണല്ലോ, റൈറ്റ്. സോ ഡബിൾ തന്നെ ആയിരിക്കണം. ഇത് തിരിച്ച് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന്
മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഈ വോളിയം വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് വാല്യൂ നമുക്ക് കിട്ടി സ്റ്റോർ ചെയ്യുന്നത് വോൾ എന്ന് പറഞ്ഞ വേരിയബിളാണല്ലോ. ആ വോൾ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പും ഈ നമ്മുടെ വോളിയം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പും ഒന്നായിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിലും എറർ വരാൻ സാധ്യതയുണ്ട്, കമ്പൈലേഷൻ എറർ. ഓക്കെ, ഇനി ആഡിങ് എ മെത്തേഡ് ദാറ്റ് ടേക്സ് പാരാമീറ്റേഴ്സ്. സോ നമ്മൾ റിട്ടേൺ വാല്യൂൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് പാരാമീറ്റേഴ്സ് എടുക്കുന്ന മെത്തേഡ്സിൻ്റെ കാര്യം പറയാൻ പോകുന്നത്. ഇത്ര നമ്മൾ വോളിയം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും എടുത്തില്ലല്ലോ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക്. വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ വോളിയമാണ്. സോ അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ഡെപ്ത്ത് അത് ഓട്ടോമാറ്റിക്കലി അതിന് തന്നെ അറിയാം. ഇറ്റ് നോസ് എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് നോസ് ഇറ്റ്സ് ഓൺ ഡേറ്റ അല്ലേ. സോ നമ്മൾ ഒന്നും ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ട. സോ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ അല്ലെങ്കിൽ മെത്തേഡ് ഡിക്ലെയർ ചെയ്യുമ്പം പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ചില സമയത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ടി വരും. സോ അതിൻ്റെ എക്സാമ്പിളാണ്, അതിൻ്റെ ഒരു സിറ്റുവേഷനാണ് പറയാൻ പോകുന്നത്. ആഡിങ് എ മെത്തേഡ് ദാറ്റ് ടേക്സ് പാരാമീറ്റേഴ്സ്. സോ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് വെറുതെ പറയുകയാണ്, ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ് ടു ഇലസ്ട്രേറ്റ് ദിസ് പോയിന്റ്. സോ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഇവിടെ പറയുകയാണ് സ്ക്വയർ എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, സോ പാരാമീറ്ററൈസ് ചെയ്യാൻ പോവാണ്. ഈ സ്ക്വയർ എന്ന് പറഞ്ഞ മെത്തേഡിലേക്ക് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാൻ പോവാണ്. സോ പാരാമീറ്റേഴ്സ് ഇല്ലാതെ ഇവിടെ കാണിച്ചിരിക്കുകയാണ് സ്ക്വയർ മെത്തേഡ്. സോ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 10 × 10. 10 എന്ന് പറയുന്നൊരു നമ്പറിൻ്റെ സ്ക്വയറാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ആ 10ൻ്റെ സ്ക്വയറാണ് എപ്പോഴും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരിക. സോ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. എപ്പോഴും 10ൻ്റെ സ്ക്വയർ അല്ലല്ലോ നമുക്ക് വേണ്ടി വരിക. ചിലപ്പോൾ നമുക്ക് പല നമ്പേഴ്സിൻ്റെയും സ്ക്വയർ അറിയണമെന്നുണ്ടാവും. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് വലിയ ഉപകാരമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്ക്വയറിന് പാരാമീറ്റർ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so while this method does indeed return the value of 10 squared, its use is very limited ആയിട്ടുള്ള യൂസ് ആണ്. എപ്പോഴും 10ൻ്റെ സ്ക്വയർ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്ത് തരുള്ളൂ. സോ ഏത് നമ്പറിൻ്റെ സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരാമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ സ്ക്വയർ ഓഫ് ഇൻറ്റ് ഐ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻറ്റിജർ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആണ്. നേരത്തെയും റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആയിരുന്നു, ഇപ്പോഴും റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് തന്നെ. ബിക്കോസ് സ്ക്വയർ ചെയ്തിട്ട് കിട്ടുന്ന ഇൻറ്റിജറാണ് നമ്മൾ പാസ് ചെയ്തെങ്കിൽ അത് സ്ക്വയർ ചെയ്ത് കിട്ടുന്ന വാല്യൂവും ഒരു ഇൻറ്റിജർ തന്നെ ആയിരിക്കും. ഓക്കെ, ഫൈൻ. അങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് I*i. ഓക്കെ, എന്താണോ ആർഗ്യുമെൻ്റ് ആയിട്ട് കിട്ടിയത് അത് ഇൻറ്റു ഇറ്റ് സെൽഫ്. ഓക്കെ, I × I മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഇവിടെ ഇൻറ്റു x, y പിന്നെ x = സ്ക്വയർ ഓഫ് 5 എന്ന് കൊടുക്കുമ്പോൾ 25 ആണ് എക്സിലേക്ക് സ്റ്റോർ ചെയ്ത് വരിക. സ്ക്വയർ ഓഫ് 9 എന്ന് കൊടുക്കുമ്പോൾ 81 എക്സിലോട്ട് സ്റ്റോർ ചെയ്ത് വരും. പിന്നെ y = 2 കൊടുത്തിട്ട് x = സ്ക്വയർ ഓഫ് 5 എന്ന് കൊടുക്കുമ്പോൾ എക്സിലേക്ക് 4 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വരും. ഓക്കെ, നമ്മൾ പല സ്ഥലത്തും പാരാമീറ്ററും ആർഗ്യുമെൻറ്റും മാറി ഉപയോഗിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പാരാമീറ്റർ എന്ന് പറഞ്ഞ ടേമും ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞ ടേമും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, പക്ഷേ ഇറ്റ് ഇസ് ക്ലോസ്ലി ഇൻ്റർറിലേറ്റഡ് എന്നും പറയാം. എ പാരാമീറ്റർ ഇസ് എ വേരിയബിൾ ഡിഫൈൻഡ് ബൈ എ മെത്തേഡ് ദാറ്റ് റിസീവ്സ് എ വാല്യൂ വെൻ ദ മെത്തേഡ് ഇസ് കോൾഡ്. സോ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിംഗ് ടെർമിനോളജിയിൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേരിയബിൾ ഡിഫൈൻഡ് ബൈ എ മെത്തേഡ്. നമ്മൾ ഇത് ഇവിടെ ഐ എന്ന് പറയുന്നത് പാരാമീറ്റർ ആണ്. ഐ ഈസ് എ പാരാമീറ്റർ. ഇറ്റ്സ് എ വേരിയബിൾ ഡിഫൈൻഡ് ബൈ ദ മെത്തേഡ്. ഓക്കെ, മെത്തേഡിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേരിയബിളാണ്. ദാറ്റ് റിസീവ്സ് എ വാല്യൂ വെൻ ദ മെത്തേഡ് ഇസ് കോൾഡ്. ആ പാരാമീറ്ററിലേക്കാണ് ഒരു വാല്യൂ റിസീവ് ചെയ്ത് കിട്ടുന്നത് മെത്തേഡ് വിളിക്കുന്ന സമയത്ത് ഈ പാരാമീറ്ററിൻ്റെ അകത്തേക്കാണ് ഒരു വാല്യൂ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാല്യൂ ദാറ്റ് ഇസ് പാസ് ടു എ മെത്തേഡ് വെൻ ഇറ്റ് ഇസ് ഇൻവോക്ഡ്. ഓക്കെ, സോ ഇവിടെ ഇതൊക്കെ ആർഗ്യുമെൻ്റ് ആണ്. 5 ആർഗ്യുമെൻ്റ് ആണ്, 9 ആർഗ്യുമെൻ്റ് ആണ്, ഈ y ആർഗ്യുമെൻ്റ് ആണ്. ഇതൊക്കെ ആർഗ്യുമെൻ്റ് ആണ്. ഓക്കെ, ഇതിനൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് പറയുക. ഇറ്റ്സ് എ വാല്യൂ ദാറ്റ് ഇസ് പാസ് ടു എ മെത്തേഡ് വെൻ ഇറ്റ് ഇസ് ഇൻവോക്ഡ്. സ്ക്വയർ എന്ന് പറഞ്ഞ മെത്തേഡിലോട്ട് പാസ് ചെയ്യുന്ന വാല്യൂക്കാണ് പറയുന്നത്. അത് ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യുന്ന വാല്യൂക്കാണ് നമ്മൾ പറയുന്നത്
ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ അത് പാരാമീറ്റർ ആണ്, ഐ ആണ് പാരാമീറ്റർ. ഓക്കെ, ആൻഡ് 5, 9, 2 ഇതൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, സോ അതാണ് പാരാമീറ്ററും ആർഗ്യുമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ബട്ട് സംടൈംസ് നമ്മളത് കുഴച്ചിട്ട് രണ്ടും ഒരുപോലെയൊക്കെ ഒന്നാണെന്നൊക്കെ രീതിയിലൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഈ ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ചെയ്യുമ്പം, ഡിക്ലറേഷൻ മെത്തേഡ് ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ്, അത് ഇതിൻ്റെ അകത്തേക്കാണ് ഈ വാല്യൂസ് റിസീവ് ചെയ്ത് വരിക. നമ്മൾ മെത്തേഡ് വിളിക്കുന്ന സമയത്ത് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുമ്പം ആ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തേക്കാണ് റിസീവ് ചെയ്ത് കിട്ടുക. സോ ആ ആർഗ്യുമെൻറ്റ്സ് റിസീവ് ചെയ്യുന്ന വേരിയബിൾസിനാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദോസ് വേരിയബിൾസ് ഓഫ് ദി ഫങ്ഷൻ or the method where the arguments are received, okay, those variables are called as parameters. So ഈ കേസിൽ ഈ വേരിയബിൾ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഇതിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യുന്ന കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സ്ക്വയർ എന്ന ഫംഗ്ഷൻ പാരാമീറ്റേഴ്സൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞു, അതിനെ കൊണ്ട് വലിയ ഉപകാരം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ പാരാമീറ്റർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അത് പല ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ഇൻറ്റിജേഴ്സിൻ്റെയൊക്കെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമ്മളെ ബോക്സ് ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. ബോക്സ് ക്ലാസ്സിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു കാണും, നമ്മൾ ഇവിടെ ബോക്സ് ക്ലാസ്സിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയാണ്. റൈറ്റ്, നോക്ക്, ഇവിടെയാണ്. ആദ്യത്തെ ബോക്സിൻ്റെ ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തു, രണ്ടാമത്തെ ബോക്സിൻ്റെ ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തു. സോ ഇത് ആക്ച്വലി ഇത് ചെയ്യുന്നത് തന്നെ തെറ്റാണ്, ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ ആ ക്ലാസ്സിൻ്റെ പുറത്തുനിന്ന് ആക്സസ് ചെയ്യുന്നത് തന്നെ തെറ്റാണ്, അങ്ങനെ പറയാം. ഓക്കെ, ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ക്ലാസ്സിൻ്റെ മെത്തേഡ്സിന് മാത്രമേ അത് ആക്സസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ്സിന് മാത്രമേ അത് ആക്സസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ബാക്കി മറ്റ് ക്ലാസ്സസിലൊക്കെ ആക്സസ് ചെയ്യാൻ തുടങ്ങിയാൽ, ബിക്കോസ് ദിസ് ഇസ് അനദർ ക്ലാസ്സിലെ ബോക്സ് ഡെമോ 4 എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഈ വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്തൊക്കെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യുന്നത്. ഇങ്ങനെ അവസരം കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഭാവിയിൽ നമ്മൾ ക്ലാസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഈ ഡേറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയെന്ന് വെച്ചോ, ഇൻ എനി ഫോം, മേ ബി ദ ഡേറ്റ ടൈപ്പ് യു മൈറ്റ് വാണ്ട് ടു ചേഞ്ച്, ഓർ ദ വേരിയബിൾസ് നെയിം യു വാണ്ട് ടു ചേഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് നമ്മൾ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ പോയിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഈ ബോക്സ് ഡെമോ 4 പോയിട്ട് ഈ കറസ്പോണ്ടിങ് മാറ്റങ്ങൾ, വിഡ്ത്തിന് പേര് മാറ്റിയതാണെങ്കിൽ അത് മാറ്റേണ്ടി വരും. അങ്ങനെ ഡേറ്റ ടൈപ്പ് മാറ്റിയതാണെങ്കിൽ ഇവിടെ അസൈൻമെൻറ്റിലും നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങനെ നമ്മൾ പല രീതിയിലും മാറ്റങ്ങൾ പല സ്ഥലത്തും പോയിട്ട് ചെയ്യേണ്ടി വരും. അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഈസി തിങ് ടു ഡു. ഒരു ഡേറ്റേൻ്റെ മുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രം നോക്കിയാൽ മതി അതിൻ്റെ ചേഞ്ചസിന് വേണ്ടിയിട്ട്, അതിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ആക്ച്വലി ആഗ്രഹിക്കുന്നത്. അതിനാണ് ഇൻഫർമേഷൻ ഹൈഡിങ് എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഇൻഫർമേഷൻ ഹൈഡിങ് അല്ലെങ്കിൽ ഡേറ്റ ഹൈഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റ അതിൻ്റെ അകത്ത് മാത്രമേ അത് ആക്സസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കേണ്ടതുള്ളൂ. അതിൻ്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ അവകാശം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഡേറ്റൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുമ്പം, ഈ ഡേറ്റൻ്റെ മുകളിൽ അതിൻ്റെ ഡേറ്റ ടൈപ്പ് മാറുമോ, അതിൻ്റെ വേരിയബിളിൻ്റെ പേര് മാറുമോ, എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ ചേഞ്ചസ് വരുമ്പം അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാ ക്ലാസ്സസിലും പോയിട്ട് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതേസമയം ഇവിടെ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ, ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ മറ്റ് കോഡിലൊന്നും നമ്മൾ തപ്പിയെടുത്തിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആ ഒരു റൂള് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല. യു ക്യാൻ സീ ദാറ്റ് നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ആ ബോക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ പുറത്തുള്ള ഒരു ക്ലാസ്സാണ് ഈ ബോക്സ് ഡെമോ 4 എന്ന് പറയുന്നത്, വേറൊരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഈ വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്തൊക്കെ ആക്സസ് ചെയ്യുന്നത്. ഇത് ശരിക്കും നല്ലൊരു പ്രവണതയല്ല. ഓക്കെ, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദിസ്. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഓരോ 1 by 1 വി ആർ ഗെറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ടു ന്യൂ തിങ്സ്. സോ ഇപ്പം നമ്മൾ പാരാമീറ്ററൈസ്ഡ് മെത്തേഡ്സ് നമ്മൾ പഠിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ഈ കറസ്പോണ്ടിങ് ഈ തെറ്റായ കാര്യം നമ്മൾ വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് റൈറ്റ് by adding a parameterized method to our class. ഓക്കെ, ബോക്സ് ക്ലാസ്സിലോട്ട് ഒരു പാരാമീറ്ററൈസ്ഡ് മെത്തേഡ് ആഡ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത്ത്
ഇത് ഇങ്ങനെ തന്നെ നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇനി നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നില്ല. വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ ഗോയിങ് ടു create a method in the box class which will help you to do that. ഓക്കെ, സോ ബോക്സ് ക്ലാസ്സിലോട്ട് ഒരു പുതിയ മെത്തേഡ് ആഡ് ചെയ്യാൻ പോകുന്നു. വോളിയം എന്ന് പറഞ്ഞ മെത്തേഡ് ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വോളിയം എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ആഡ് ചെയ്തത് റിട്ടേൺ ടൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നമ്മൾ പാരാമീറ്ററൈസ്ഡ് മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡ്സ് വിത്ത് പാരാമീറ്റേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു മെത്തേഡ് ആഡ് ചെയ്യാൻ പോവാണ്, വിച്ച് വിൽ ആക്ച്വലി ഹെൽപ്പ് ഇൻ ഇനീഷ്യലൈസിങ് ദി വിഡ്ത്ത്, ഹൈറ്റ് ആൻഡ് ഡെപ്ത് ഓഫ് എവറി ബോക്സ് ഒബ്ജക്റ്റ് ദാറ്റ് യു ക്രിയേറ്റ്. ഓക്കെ, സോ ബോക്സ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിഡ്ത്തും ഹൈറ്റും ഡെപ്തിൻ്റെയും വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പം ആഡ് ചെയ്യാൻ പോകുന്നത്. ആ മെത്തേഡിൻ്റെ പേരാണ് നമ്മൾ ഇപ്പം സെറ്റ് ഡിം എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, സോ സെറ്റ്സ് ഡയമെൻഷൻസ് ഓഫ് ബോക്സ്. സോ ബോക്സിൻ്റെ ഡയമെൻഷൻസ് ആണ് ഈ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെറ്റ് ഡിം മെത്തേഡ്. സെറ്റ് ഡിം മെത്തേഡ് വിച്ച് ഇസ് ഇൻ ബോക്സ് ക്ലാസ്സിൻ്റെ അകത്ത്. ആൻഡ് യു ക്യാൻ സി അതിന് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ് സെറ്റ് ഡിം എന്ന് പറഞ്ഞ മെത്തേഡ് ഹാവ് പാരാമീറ്റേഴ്സ്. എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ്? W, H, D, അങ്ങനെ 3 പാരാമീറ്റേഴ്സാണ്. WHD എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടിക്കാണും. ഇറ്റ് ഇസ് W മീൻസ് വിഡ്ത്ത്, H മീൻസ് ഹൈറ്റ്, D മീൻസ് ഡെപ്ത്ത്. സോ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ബോക്സ് ഒബ്ജക്റ്റിൻ്റെ ഏത് ബോക്സ് ഒബ്ജക്റ്റ് ആണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, ഏത് ബോക്സ് ഒബ്ജക്റ്റിൻ്റെ മുകളിലാണോ സെറ്റ് ഡിം എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചത്, ആ ബോക്സ് ഒബ്ജക്റ്റിൻ്റെ WHD അതായത് വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്തിലോട്ടാണ് നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ എന്ത് വാല്യൂ ആണോ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അതൊക്കെയാണ് ഈ WHDയിലുള്ളത്. സോ വിഡ്ത്തിൻ്റെ അകത്ത്, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ മെമ്പറിൻ്റെ അകത്തേക്ക്, ഡേറ്റ മെമ്പർ എന്ന് പറയുമല്ലോ അല്ലേ, ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയും. സോ ഈ ഇൻസ്റ്റൻസ് വേരിയബിളിലോട്ട് എന്ത് വാല്യൂ ആണ് ഇടേണ്ടത് അതാണ് W. ഓക്കെ, ഇനി ഹൈറ്റിൻ്റെ അകത്ത് എന്ത് വാല്യൂ ആണ് ഇടേണ്ടത് അതാണ് H, ഹൈറ്റ് ഈക്വൽ ടു H. ഡെപ്തിലേക്ക് എന്ത് വാല്യൂ ആണ് ഇടേണ്ടത് അതാണ് D. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഈ പാരാമീറ്റേഴ്സിൻ്റെ ഒക്കെ വാല്യൂസ് വരുന്നത് എവിടെയാണ്? ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് വരിക. എവിടെ നിന്ന്? മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് കാണാം 2 ബോക്സ് ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, മൈ ബോക്സ് 1ഉം മൈ ബോക്സ് 2 അല്ലേ. ന്യൂ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് ബോക്സ് എന്ന് പറഞ്ഞാൽ ബോക്സിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്തിട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ മൈ ബോക്സ് 1, മൈ ബോക്സ് 2 എന്ന് പറഞ്ഞ് 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ബോക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്തത് നമ്മൾ ഇങ്ങനെയായിരുന്നു ചെയ്തത് അല്ലേ. വാട്ട് വി ഹാവ് ഡൺ ഏർലിയർ വാസ് ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത്, മൈ ബോക്സ് 1 ഡോട്ട് ഹൈറ്റ് അല്ലേ, മൈ ബോക്സ് 1 ഡോട്ട് ഡെപ്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരമായിട്ട് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു കോൾ ദി ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷൻ? സെറ്റ് ഡിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. സെറ്റ് ഡിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളിവിടെ വിളിക്കുകയാണ്. 2 ഒബ്ജക്റ്റിൻ്റെയും സെറ്റ് ഡിം ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിലോട്ട് നമ്മൾ ആ സെറ്റ് ഡിം ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണേ. ആർഗ്യുമെൻറ്റ്സ് എന്താണ്? 10, 20, 15. 10 എവിടെ പോയിട്ട് 10 എന്തിലേക്ക് വരും? W-ലോട്ട് വരും. 20 എന്തിലേക്ക് വരും? H-ലോട്ട് വരും. 15 എന്തിലോട്ട് വരും? D-ലോട്ട് വരും. റൈറ്റ്, അങ്ങനെ WHD റൈറ്റ്. ഈ W-ലോട്ട് 10 വരും, ഈ H-ലോട്ട് 15 വരും, D-ലോട്ട് 20 വരും, H-ലോട്ട് 20 വരും, D-ലോട്ട് 15 വരും. അങ്ങനെ അന്നേരം നമ്മുടെ ആദ്യത്തെ ഒബ്ജക്ട്സ് മൈ ബോക്സ് 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വിഡ്ത്ത് എന്തായിട്ട് മാറും? 10 ആവും. ഓക്കെ, ആൻഡ് ഹൈറ്റ് എന്താവും? 20 ആവും. ഡെപ്ത് എന്താവും? 15 ആവും. ഓക്കെ, മൈ ബോക്സ് 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ മൈ ബോക്സ് 1ൻ്റെ സോ മൈ ബോക്സ് 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്ത് കാണും. ആ മൈ ബോക്സ് 1 എന്ന ഒബ്ജക്റ്റിൻ്റെ മെമ്മറീൻ്റെ അകത്ത് വിഡ്ത്ത് എന്ന് പറയുന്ന വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത് ഇതിലൊക്കെ വാല്യൂസ് വന്നു കഴിഞ്ഞു. എന്തൊക്കെയാണ് വാല്യൂസ്? വിഡ്ത്തിന് 10 വന്നു, ഹൈറ്റിന് 20 വന്നു, ഡെപ്ത്തിന് 15 വന്നു. വേറൊരു മൈ ബോക്സ് 2 എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് അതിൻ്റെ ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ സെറ്റ് ഡിം ഫംഗ്ഷൻ വിളിച്ചു തരാം. മൈ ബോക്സ് 2 എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റിൻ്റെ അകത്തേക്ക് ഈ വാല്യൂസ് വന്നു ചേരും. എന്തൊക്കെ വാല്യൂസ്? 369. എങ്ങനെയാണ് വന്നു ചേരുക? 369 നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത സമയത്ത് മൈ ബോക്സ് 2 ഡോട്ട് സെറ്റ് ഡിം വിളിച്ച സമയത്ത് 369 പാസ് ചെയ്ത സമയത്ത് W എന്ന് പറയുന്നതിൽ 3 ആയിരിക്കും. 3 വിഡ്ത്തിലോട്ട് സ്റ്റോർ ചെയ്യും. സോ മൈ ബോക്സ് 2ൻ്റെ വിഡ്ത്ത് 3 ആയിട്ട് മാറും. മൈ ബോക്സ് 2ൻ്റെ ഹൈറ്റ് 6 ആയിട്ട് മാറും. മൈ ബോക്സ് 2ൻ്റെ ഡെപ്ത്ത് 9 ആയിട്ട് മാറും. ഓക്കെ, സോ മൈ ബോക്സ് 2ൻ്റെ വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്തും ഇവിടെ 369 എന്ന് മാറിക്കഴിയും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ മൈ ബോക്സ് 1 ഡോട്ട് വോളിയം വിളിച്ചു.
അന്നേരം മൈ ബോക്സ് വൺ ഡോട്ട് വോളിയം വിളിച്ചു തരും, മൈ ബോക്സ് വണ്ണിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് തരും. സോ ഇവിടെ മെത്തേഡിൻ്റെ അകത്ത് മൈ ബോക്സ് വൺ ഡോട്ട് വോളിയം എന്ന് വിളിക്കുമ്പം വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റിൻ്റെ ഡെപ്ത് പറയുമ്പം ആരുടെ വിഡ്ത്താണ് മൈ ബോക്സ് വണ്ണിൻ്റെ വിഡ്ത്ത്, ആരുടെ ഹൈറ്റാണ് മൈ ബോക്സ് വണ്ണിൻ്റെ ഹൈറ്റ്, ആരുടെ ഡെപ്താണ് മൈ ബോക്സ് വണ്ണിൻ്റെ ഡെപ്ത്. സോ മൈ ബോക്സ് വണ്ണിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഡെപ്ത് എന്തായിരുന്നു, 10 ഇൻറ്റു 20 ഇൻറ്റു 15 ആ ചെയ്ത് തരാം. ഓക്കെ, ഇനി മൈ ബോക്സ് 2 ഡോട്ട് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പം 3 ഇൻറ്റു 6 ഇൻറ്റു 9. ഓക്കെ, അങ്ങനെ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൺസ്ട്രക്റ്റേഴ്സാണ്, അത് നമുക്ക് വിൽ ഡിസ്കസ് ഷോർട്ട്ലി. ഓക്കെ.